സിസ്റ്റർ അഭയയുടെ മരണവുമായി ബന്ധപ്പെട്ട് നടന്ന കോടതി വിധികളിൽ അവസാനത്തേത് നിയമവ്യാഖ്യാനത്തിൻ്റെയും സാമാന്യ ബോധത്തിൻ്റെയും മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഒന്നായിരുന്നു. തൽഫലമായി നിരപരാധികളായ ഒരു വൈദികനും കന്യാസ്ത്രീയും ശിക്ഷിക്കപ്പെട്ടു. കടന്നുപോയ ദിവസങ്ങളിൽ ശ്രീ KT ജലീൽ ലോകായുക്തയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശങ്ങൾ അഭയ കേസിന്റെ വിധി പ്രസ്താവത്തിലേക്ക് ഒരിക്കൽ കൂടി കണ്ണോടിക്കാൻ സത്യാന്വേഷിയെ നിർബന്ധിക്കുകയാണ്. കളവുകളിൽ കൊരുത്തെടുത്ത അഭയ കേസ് വിധി പ്രസ്താവത്തിൻ്റെയും അതിൻ്റെ പശ്ചാത്തലങ്ങളെയും ലോകായുക്തയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആയിരത്തി 1966 മൊറാർജി ദേശായി സമർപ്പിച്ച ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൽ ജനങ്ങളുടെ പരാതികൾ പരിഗണിക്കാനും പരിഹരിക്കാനുമായി ലോക്പാൽ, ലോകായുക്ത എന്നീ 2 ഭരണഘടനാ സംവിധാനങ്ങൾ രൂപീകരിക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ എന്നിവരെയാണ് ലോകായുക്ത നിയമനത്തിന് പരിഗണിക്കുക. 5 വർഷമായിരിക്കും അവരുടെ കാലാവധി. നിയമിക്കപ്പെടുന്നവർ ഏതെങ്കിലും സംസ്ഥാനത്തെ ലോക്സഭാ പ്രതിനിധിയോ നിയമസഭാ പ്രതിനിധിയോ ആകാൻ പാടില്ല. ശമ്പളം ലഭിക്കുന്ന ഏതെങ്കിലും സർക്കാർ സർവീസിലുള്ളവരെയും സ്വന്തമായി ബിസിനസ് നടത്തുന്നവരെയും ലോകായുക്ത നിയമനത്തിന് പരിഗണിക്കാറില്ല. നിയമിക്കപ്പെടുന്നവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ളവരാകാൻ പാടില്ല. മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരം ഗവർണർക്കാണ് ലോകായുക്തയെ നിയമിക്കാനുള്ള അധികാരം. അങ്ങനെ 1998 നവംബർ 15 നിലവിൽ വന്ന കേരള ലോകായുക്ത നിയമപ്രകാരം കേരളത്തിലും ലോകായുക്ത സംവിധാനം രൂപീകരിച്ചു. ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തമാരും അടങ്ങിയതാണ് കേരളത്തിലെ ഈ സംവിധാനം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ സർക്കാർ തലത്തിലെ അഴിമതി ഇല്ലാതാക്കാൻ പൊതുജന താൽപര്യത്തിനു വേണ്ടി സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഭരണഘടനാ നിയമവ്യവസ്ഥിതിയാണ് ലോകായുക്ത. ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതി, സ്വജനപക്ഷപാതം, പദവി ദുരുപയോഗം, മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന നടപടികൾ, വ്യക്തിപരമായോ മറ്റുള്ളവർക്കോ നേട്ടമുണ്ടാക്കാൻ വേണ്ടി സ്ഥാപിത താൽപര്യത്തോടെയുള്ള നടപടികൾ, മനഃപൂർവ്വം നടപടികൾ താമസിപ്പിക്കുക തുടങ്ങിയ ക്രമക്കേടുകൾ ലോകായുക്തയ്ക്ക് പരാതികൾ നൽകി ചോദ്യം ചെയ്യാൻ പൊതുജനത്തിന് സാധിക്കും. തിരുവനന്തപുരത്താണ് ലോകായുക്തയുടെ ആസ്ഥാനമെങ്കിലും കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, എറണാകുളം, കോട്ടയം എന്നിവിടങ്ങളിൽ ലോകായുക്ത ക്യാമ്പ് സിറ്റിംഗ് നടത്താറുണ്ട്. ചെലവുകൾ ഏതുമില്ലാതെ നേരിട്ടോ വക്കീൽ മുഖാന്തിരമോ പൊതുജനങ്ങൾക്ക് ലോകായുക്തയിൽ പരാതി സമർപ്പിക്കാം. പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തുന്ന പക്ഷം പരാതിക്ക് ഇടയാക്കിയ സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ വേണ്ട നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ലോകായുക്ത സർക്കാരിന് ശുപാർശ നൽകും. അതനുസരിച്ച് സർക്കാർ നടപടിയെടുക്കണം. ലോകായുക്തയ്ക്ക് പരിശോധനകൾ നടത്താൻ അധികാരമുണ്ട് എങ്കിലും ആരെയും നേരിട്ട് ശിക്ഷിക്കാനുള്ള അധികാരമില്ല. പക്ഷേ ശിക്ഷ നടപ്പാക്കണം എന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യാം. പദവികളിൽ നിന്ന് നീക്കുക, തൽസ്ഥാനത്ത് നിന്ന് തരം താഴ്ത്തുക, നിർബന്ധിത റിട്ടയർമെന്റ് എടുക്കാൻ ശുപാർശ ചെയ്യുക, ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുക, ശാസന നൽകുക എന്നിവയൊക്കെയാണ് ലോകായുക്ത സാധാരണയായി നൽകാറുള്ള ശുപാർശകൾ. ലോകായുക്തയുടെ വിധികൾക്കുമേൽ അപ്പീൽ പോകാൻ ആർക്കും സാധിക്കുകയില്ല എന്നതും ഒരു പ്രത്യേകതയാണ്. ലോകായുക്തയുടെ വിധി അന്തിമവും നടപ്പിലാക്കേണ്ടതുമാണ്. ലോകായുക്തയുടെ അധികാര പരിധി നിശ്ചയിക്കുന്ന രീതിയിലാണ് പിണറായി സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ലോകായുക്തയ്ക്ക് ശുപാർശ നൽകാൻ മാത്രമാണ് അധികാരം. ശിക്ഷ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ജനപ്രതിനിധിയെ അയോഗ്യരാക്കേണ്ടത് കോടതിയല്ല. ഇക്കാരണത്താൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനാണ് ഓർഡിനൻസ് കൊണ്ടുവന്നത് എന്നാണ് സർക്കാർ നിലപാട്. ലോകായുക്തയുടെ വിധി സർക്കാരിന് തള്ളാൻ സർക്കാരിന് അധികാരം നൽകുന്നതുൾപ്പെടെയുള്ള നിയമ ഭേദഗതികൾ ഇതിലുണ്ട്. മന്ത്രിസഭാ യോഗം അനുമതി നൽകിയ ഓർഡിനൻസ് ഇപ്പോൾ അംഗീകാരത്തിനു വേണ്ടി ഗവർണർക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഓർഡിനൻസ് ഒപ്പുവെക്കപ്പെട്ടാൽ ലോകായുക്ത അപ്രസക്തമാകും എന്ന് പ്രതിപക്ഷം നിലപാടെടുത്തിട്ടുണ്ട്.
മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ആർ ബിന്ദുവിനുമെതിരായി ലോകായുക്തയിലുള്ള കേസുകളാണ് ഓർഡിനൻസിന് പിന്നിൽ എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. കെ ടി ജലീൽ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയായിരിക്കെ സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജരായി അദ്ദേഹത്തിന്റെ ബന്ധുവായ കെ ടി അദീബിനെ നിയമിച്ചതിനെതിരായി ലോകായുക്തയിൽ പരാതി ലഭിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ സീനിയർ മാനേജർ തസ്തികയിൽ ഇരിക്കെയാണ് അദീബ് ഡെപ്യൂട്ടേഷനിൽ ന്യൂനപക്ഷ കോർപ്പറേഷൻ ജനറൽ മാനേജരായി 2018 ചുമതലയേറ്റത്. തസ്തികയുടെ യോഗ്യത അദീബിന്റെ യോഗ്യതയ്ക്ക് അനുസൃതമായി മാറ്റാൻ മന്ത്രി നിർദ്ദേശിച്ചു എന്നതായിരുന്നു ആരോപണം. നിയമനം വിവാദമായതോടെ അദീബ് നവംബറിൽ രാജിവെച്ചു. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന PK ഫിറോസ് ആണ് ലോകായുക്തയ്ക്ക് പരാതി നൽകിയത്. കെ ടി അദീബിനെ ന്യൂനപക്ഷ വികസന കോർപ്പറേഷൻ ജനറൽ മാനേജരായി നിയമിച്ചത് സ്വജനപക്ഷപാതവും സത്യപ്രതിജ്ഞാ ലംഘനവുമാണ് എന്ന് ലോകായുക്ത കണ്ടെത്തി. മാത്രമല്ല കെ ടി ജലീലിനെതിരായ നടപടികൾക്ക് ശുപാർശ ചെയ്യുകയും അദ്ദേഹം തൽസ്ഥാനത്ത് തുടരാൻ യോഗ്യനല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകായുക്തയുടെ കണ്ടെത്തൽ ഹൈക്കോടതി പിന്നീട് ശരിവെച്ചു. ഇതേ തുടർന്ന് കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്ന സാഹചര്യവുമുണ്ടായി. എന്നാൽ ലോകായുക്ത നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നും പ്രാഥമിക അന്വേഷണം പോലും നടത്താതെയാണ് തനിക്കെതിരായ കണ്ടെത്തലുകൾ ലോകായുക്ത നടത്തിയത് എന്നുമാണ് ജലീലിന്റെ പക്ഷം. തന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ കാരണമാക്കിയ ലോകായുക്ത വിധിയെ അംഗീകരിക്കുന്ന യാതൊരു പ്രസ്താവനകളും അദ്ദേഹം നടത്തിയിരുന്നുമില്ല. ശിക്ഷിക്കപ്പെട്ടവരുടെ സ്വാഭാവിക പ്രതികരണമായി അതിനെ കണക്കാക്കാവുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് ലോകായുക്തയുടെ അധികാരപരിധിയും മറ്റും പുനർനിർണയിക്കുന്ന ഭേദഗതിയെക്കുറിച്ച് സർക്കാർ ആലോചനകൾ ഉണ്ടാകുന്നത്. ലോകായുക്തയുടെ അധികാരത്തെ പരിമിതപ്പെടുത്തുന്നതിനെതിരെ പ്രതിപക്ഷം രംഗത്തു വന്നതോടെ വലിയ ചർച്ചകൾക്ക് അതിടയാക്കി. എന്നാൽ ഈ സാഹചര്യത്തിൽ തനിക്കെതിരായി വിധി പറഞ്ഞ ലോകായുക്തയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുകൊണ്ട് കെ ടി ജലീൽ രംഗത്തു വന്നു. ലോകായുക്തയായ ജസ്റ്റിസ് സിറിയക് ജോസഫിനെ കുറിച്ചുള്ള കമന്റുകളും വിശകലനങ്ങളും തീരെ തരം താണ രീതിയിൽ തന്റെ ഫേസ്ബുക്കിലൂടെ അദ്ദേഹം പ്രചരിപ്പിക്കുകയായിരുന്നു. സഹോദര പത്നിക്ക് വൈസ് ചാൻസലർ പദവി ലഭിക്കാനായി UDF നേതാവിനെതിരായ പരാതി എഴുതി തള്ളിയ മഹാൻ എന്നും അഭയക്കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച വ്യക്തി എന്നുമൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് ജലീലിന്റെ കടന്നാക്രമണം. ജലീലിന്റെ നിലപാടിനെ CPM അല്പം പോലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അഭയ കേസിലുണ്ടായ അന്യായമായ വിധി തീർപ്പിന്റെ കനലുകൾ ആറും മുൻപേ തികച്ചും അനാവശ്യമായി ഈ വിഷയത്തെ ഉയർത്തിവിട്ടിരിക്കുകയാണ് ജലീൽ ചെയ്തിരിക്കുന്നത്. സിസ്റ്റർ അഭയയുടെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിധി തികച്ചും പക്ഷപാതപരവും നിയമത്തെയും തെളിവുകളെയും മാനിക്കുന്നതുമായിരുന്നില്ല എന്നത് കേരളത്തിന്റെ അഭ്യസ്തവിദ്യരായ പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളതാണ്. അഭയ കേസിൽ ആനുപാതികമല്ലാത്ത വിധത്തിൽ സഭാവിരുദ്ധ നിലപാടുകൾ എടുത്തവരുടെ വായ്ത്താരികളിൽ ഒന്നായിരുന്നു ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ അഭയ കേസിലെ ഇടപെടൽ എന്നത്. യാതൊരടിസ്ഥാനവുമില്ലാത്ത ഈ വാദഗതികളെ പെരുപ്പിച്ച് കാട്ടിക്കൊണ്ടാണ് ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ജുഡീഷ്യൽ അധികാരമുള്ള ഒരു വ്യക്തിയെ കെ ടി ജലീൽ അവഹേളിച്ചിരിക്കുന്നത്. എന്നാൽ കേസുമായി ബന്ധപ്പെട്ടോ കേസിന്റെ രേഖകളിൽ എവിടെയെങ്കിലുമോ ജസ്റ്റിസ് സിറിയക് ജോസഫിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച് പരാമർശങ്ങൾ ഒന്നുമില്ല എന്നത് സത്യമാണ്. തോന്നലുകളെ വാർത്തയാക്കുന്ന മഞ്ഞപ്പത്രങ്ങളുടെ സൃഷ്ടി മാത്രമാണ് ഈ ഇടപെടൽ. കെ ടി ജലീൽ അഭയ കേസിലെ കുപ്രസിദ്ധനായ മനുഷ്യാവകാശ പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ജസ്റ്റിസിനെ ആക്രമിക്കാനായി ഉപയോഗിച്ചിരിക്കുന്നു എന്നതിൽ നിന്നും ലോകായുക്തയോടുള്ള അദ്ദേഹത്തിന്റെ പകയുടെ ആഴം പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സാഹചര്യത്തിലും സിസ്റ്റർ അഭയയുടെ മരണവുമായി ബന്ധപ്പെട്ട അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നു എന്നതിനാൽ ഒരിക്കൽ കൂടി അഭയ കേസിന്റെ സത്യാവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് സത്യാന്വേഷി നിങ്ങളെ ക്ഷണിക്കുകയാണ്. സഭയോട് യാതൊരുവിധ പ്രതിബദ്ധതയുടെയും ആവശ്യമില്ലാത്ത, അതേസമയം അഭയ കേസിൽ അന്യായമായി ശിക്ഷിക്കപ്പെട്ട് ഇരയാക്കപ്പെട്ട കന്യാസ്ത്രീക്ക് വേണ്ടി പതിറ്റാണ്ടിന് മുകളിൽ സ്വരമുയർത്തുന്ന ഒരു അക്രൈസ്തവനാണ് ശ്രീ ജയപ്രകാശ് ഭാസ്കർ. അദ്ദേഹം അഭയ കേസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഇപ്രകാരം ഒന്ന് സംഗ്രഹിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്ന്,
കാര്യകാരണങ്ങളില്ലാതെ അവിചാരിത സന്ദർഭങ്ങളിൽ മനുഷ്യൻ ആത്മഹത്യ ചെയ്യും. ആത്മഹത്യയെ ഒരു നൈമിഷിക വിഭ്രാന്തിയായിട്ടാണ് സൈക്യാട്രിക് സയൻസ് വിലയിരുത്തുന്നത്. പലപ്പോഴും ആത്മഹത്യാ പ്രവണത ജനിതകമായി കൈമാറ്റം ചെയ്യപ്പെടുന്നതുമാണ്. സിസ്റ്റർ അഭയയുടെ കുടുംബത്തിൽ സമാനമായ ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. വിഷാദികൾ പലപ്പോഴും വെളുപ്പാൻ കാലത്ത് ആത്മഹത്യ ചെയ്യാറുണ്ട്. എൻ്റെ ബന്ധത്തിലും സൗഹൃദത്തിലും നടന്നിട്ടുള്ള എല്ലാ ആത്മഹത്യകളും സമാനമായ സാഹചര്യത്തിലാണ് സംഭവിച്ചിട്ടുള്ളത്. യുക്തിസഹമായ കാരണങ്ങളില്ലാതെ സംഭവിച്ചു എന്നതുകൊണ്ട് പലപ്പോഴും ആത്മഹത്യകളെ കൊലപാതകങ്ങളാക്കാൻ നടന്ന സംഘടിത ശ്രമങ്ങൾക്ക് മുൻപിൽ നിരപരാധികൾ പകച്ചു നിൽക്കുന്ന കാഴ്ചകൾ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഏറെ കണ്ടിട്ടുണ്ട്. 2. അഭയയുടെ മരണം ആത്മഹത്യയാണ് എന്ന് ഫോറൻസിക് തെളിവുകളിലൂടെ കണ്ടെത്തിയത് ഡോക്ടർ ഉമാദത്തനാണ്. ബാംഗ്ലൂർ നിംഹാൻസിലെ മാനസികാരോഗ്യ വിഭാഗം നടത്തിയ പഠനവും അഭയ ആത്മഹത്യ ചെയ്തതാണ് എന്ന നിഗമനത്തിലാണ് എത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആത്മഹത്യക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. 3. ആത്മഹത്യ എങ്കിൽ പിന്നെ എങ്ങനെ ഇത് കൊലക്കേസായി? സിസ്റ്റർ അഭയയുടേത് കൊലപാതകമാണ് എന്ന് ആദ്യം ആരോപിച്ചത് സഭ തന്നെയാണ്. കന്യാസ്ത്രീകൾ ആത്മഹത്യ ചെയ്യില്ല എന്നായിരുന്നു അവരുടെ മൂഢവിശ്വാസം. ആത്മഹത്യയാണ് എന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയതും സഭാ അധികൃതരാണ്. CBIയുടെ ആദ്യ അന്വേഷണ സംഘങ്ങളെല്ലാം ആത്മഹത്യാ നിഗമനത്തിൽ തന്നെയാണ് എത്തിച്ചേർന്നതും. കൊലപാതകമാണെന്ന് ആദ്യം കണ്ടെത്തിയ വർഗീസ് പി തോമസ് മുൻപ് ഇങ്ങനെ ആത്മഹത്യകൾ കൊലപാതകമാക്കി ചരിത്രമുള്ള ആളാണ്. അത്തരം പ്രമാദമായ 2 കേസുകളിൽ സുപ്രീം കോടതി പ്രതികളെ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. 4. ഒരു മാസിക നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ജ്ഞാനായ സഭയിലെ ചില അച്ഛന്മാർ തമ്മിലുണ്ടായിരുന്ന പടലപ്പിണക്കം മുതലെടുത്ത് ജോമോൻ പുത്തമ്പുരയ്ക്കലാണ് ഈ തിരക്കഥ സൃഷ്ടിച്ചത്. ഇതേ തുടർന്നുണ്ടായ മാധ്യമ രാഷ്ട്രീയ സമ്മർദ്ദവും ചുട്ടകോഴിയെ പറപ്പിക്കുന്ന ആക്ഷൻ കൗൺസിൽ മനസ്ഥിതിയുമാണ് കൊലപാതകമാണ് എന്നാൽ പ്രതികളെ കണ്ടെത്താൻ കഴിയില്ല എന്ന അഴകുഴമ്പൻ നിലപാടിലേക്ക് CBIയെ എത്തിച്ചത്. 5. പ്രതികളെ കണ്ടെത്തിയേ മതിയാകൂ എന്ന അതിസമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ ആദ്യം മോഷ്ടാവായ അടയ്ക്ക രാജുവിനെ പ്രതിയാക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് അംഗീകരിക്കപ്പെടാൻ ഇടയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മലയാളികളുടെ നീലച്ചിത്ര മനസ്സിൽ പതിഞ്ഞ കഥയ്ക്ക് അനുരോധമായ കുറ്റപത്രവുമായി ഭീഷണിപ്പെടുത്തി സൃഷ്ടിച്ച കള്ളസാക്ഷികളുമായി CBIക്ക് രംഗത്ത് വരേണ്ടി വന്നത്. വ്യക്തിവിദ്വേഷത്തിന്റെയും പകയുടെയും സമാനതകളില്ലാത്ത ഗൂഢാലോചനയുടെയും ഫലമാണ് അഭയ കേസിൽ ശിക്ഷിക്കപ്പെട്ട 2 പേർ. സമാനമായ രീതിയിൽ വ്യക്തിവിദ്വേഷവും പകയും പ്രകടിപ്പിക്കപ്പെടുന്ന ഇടത്ത് KT ജലീൽ വീണ്ടും അഭയ കേസിനെ വലിച്ചിഴച്ചുകൊണ്ടുവന്നത് ജനാധിപത്യ മര്യാദയല്ല എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ലോകായുക്തയുടെ വിധിയിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ വേദനയും പൊതുസമൂഹത്തിലുണ്ടായ അവമതിപ്പും KT ജലീലിനെ അന്ധനാക്കി തീർത്തിരിക്കുകയാണ്. താൻ നിരപരാധിയാണ് എന്ന് സ്ഥാപിക്കാൻ വ്യഗ്രതപ്പെടുന്നതിനിടയ്ക്ക് അഭയ കേസിൽ ഫ്രെയിം ചെയ്യപ്പെട്ട് ശിക്ഷ അനുഭവിക്കുന്നവർ കുറ്റവാളികൾ തന്നെയാണ് എന്ന് KT ജലീൽ പറയാതെ പറയുകയാണ്. സമഗ്രതയില്ലാത്ത രാഷ്ട്രീയ നിലപാടുകളുടെയും ആലോചനയില്ലാത്ത വാചാടോപങ്ങളുടെയും നാടകവേദിയായി കേരള രാഷ്ട്രീയവും പൊതുജീവിതവും പരിണമിച്ചുകൊണ്ടിരിക്കുന്നു. KT ജലീൽ ഒരു ഉദാഹരണം മാത്രം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.